അപ്പോൾ നമ്മുടെ കൂവപ്പൊടിയുടെ ഹൽവ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പലതവണ നമ്മൾ ഉണ്ടാക്കുന്നത് കാണിച്ചത് കൊണ്ടാണ് ഞാൻ ഇത്തവണ പ്രത്യേകിച്ച് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്നും കാണിക്കാഞ്ഞത്. അപ്പോൾ നമ്മുടെ ഹൽവ ഉണ്ടാക്കുന്ന കണ്ടിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം കുറച്ചുണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കടകളിലും വാങ്ങിക്കാൻ കിട്ടത്തില്ല. കാരണം ഇത് ഉണ്ടാക്കി വിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചിലവുള്ള പണിയാണ്. കൂവപ്പൊടിക്ക് തന്നെ നല്ല വിലയാണ്. അപ്പോൾ ഈ ഒറിജിനൽ കൂവപ്പൊടി ഉപയോഗിച്ചിട്ട് അങ്ങനെ കടകളിലൊന്നും വെക്കാൻ സാധ്യതയില്ല. നമ്മൾ ഇവിടെ കുറച്ച് അത്യാവശ്യക്കാർ ഉള്ളത് പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മളിത് ചെയ്യുവാണ്. അപ്പോൾ അതായത് ഈ ഒരു പരുവായിട്ടുണ്ട്. ഇനി നമ്മളിതിനകത്ത് അണ്ടിപ്പരിപ്പും നെയ്യും ഒക്കെ ചേർത്ത് കൊടുക്കണം. ചേർത്ത് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കിന് നമ്മളിത് എടുക്കുവേ. നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുവാണ്. നേരത്തെ ഞാൻ 1-2 തവണ ഇത് ചെയ്തത് കൊണ്ടാണ് വീണ്ടും ഞാൻ ആദ്യം മുതൽ ചെയ്യുന്നത് കാണിക്കാത്തത്. ഈ നെയ്ക്കകത്ത് നന്നായിട്ട് തന്നെ വരണ്ട് വരണം. നമ്മളിതുവരെ കഴിച്ചിട്ടില്ലാത്തൊരു നല്ലൊരു ടേസ്റ്റുള്ള അലുവയാണ് ഈ കൂവപ്പൊടി കൊണ്ട്. അത് നമ്മൾ ഒരു തവണ കഴിക്കുമ്പോൾ മനസ്സിലാകും. ഈ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ടേസ്റ്റേ അല്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ച് ഇടുകയാണ്. ഹൽവ നല്ല രീതിയിൽ കുറി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹൽവ ഈ ഒരു പരുവായിട്ടുണ്ട്. നല്ല മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കുറച്ചുകൂടായി കഴിയുമ്പോഴത്തേനും നമുക്കിത് എടുക്കാം.